ഹായ് ഗൈസ്, അബീസുയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നുള്ള ദുബായ് എപ്പിസോഡ് 5 ആണ്. ഈ ആദ്യമായിട്ടായിരിക്കും ഒരു ദുബായ് വീഡിയോയിൽ ഇത്ര അധികം ദുബായിൽ വർക്ക് ചെയ്യണ ഇതെല്ലാവരും പല പല ഫീൽഡിൽ ഇരിക്കുന്നവരായിട്ട്. ഹോസ്പിറ്റൽ ഫീൽഡ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, അക്കൗണ്ടൻസ് ഉണ്ട്, പിന്നെ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരോടെല്ലാവരോടും പിന്നെ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലിരിക്കുന്ന എല്ലാവരും മൂവാറ്റുകാരാണ്. ഒരാള് മാത്രമാണ് മലപ്പുറം ഉള്ളൂ. അപ്പൊ എന്താണ് നമുക്ക് ഇവർക്കിടെ ഇത്രയും വർഷത്തെ ദുബായിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇപ്പൊ ഞാനാണെങ്കിലും വന്നപ്പോൾ നമ്മൾ ഇവിടെയാണ് നിന്നത് റൂമിൽ. ഇനി നമുക്ക് 2 ദിവസം കൂടെ ഉള്ളൂ. നമ്മൾ അത്യാവശ്യം ട്രാവൽ വീഡിയോ എടുത്തു. അപ്പൊ ദുബായ് എന്താണ്, ഇവർക്ക് എന്താന്നുള്ളത്. ഇവിടെ ദുബായിൽ 15 കൊല്ലമായവരുണ്ട്, 8 കൊല്ലമായവരുണ്ട്, 7 കൊല്ലമായവരുണ്ട്, പിന്നെ വന്നിട്ട് 2 മാസമായവർ വരെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്ക് എല്ലാവരോടും എന്താണ് ദുബായ് കാര്യം നമുക്കറിയാം. എല്ലാവരും ഒത്തു നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ്. അപ്പം എൻ്റെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ് ദുബായ്. അപ്പം നമുക്കൊന്ന് ചോദിക്കാം. 2009 ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വിസിറ്റിൽ വരുന്നത്. അന്ന് ഫാദർ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയുടെ കെയർ ഓഫിൽ വിസിറ്റ് എടുത്ത് വന്ന് ഫസ്റ്റ് ജോബ് തപ്പി ഇവിടെ വന്നു. ഒരു സ്ഥലത്ത് ജോലി കിട്ടി. പക്ഷേ അന്നേരം നമ്മുടെ നാട്ടിലെ മൂഡനുസരിച്ച് നമ്മൾ ഇവിടെ നിൽക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ടായില്ല. അതിന് ശേഷം പയ്യെ തിരിച്ച് നാട്ടിൽ പോയി. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. ദുബായിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വരാനുള്ള ഒരു ത്വര ഉണ്ടാവും നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ചെല്ലുമ്പോൾ ഇവിടുത്തെ ആ മാതിരിയുള്ള പൈസയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ തിരിച്ചും ദുബായിലോട്ട് വരാനുള്ള ഒരു ഇത് കിട്ടും നമുക്ക്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജോലി സ്റ്റാർട്ട് ചെയ്തു. പൊളിക്കാനുള്ള കംപ്ലീറ്റ് സംഭവങ്ങളിവിടെ പൊളിക്കാനുണ്ട്. എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും നാട്ടിനേക്കാളും കൂടുതൽ ഇവിടെ ഉണ്ട്. പിന്നെ എന്നതാ പറയുക, പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള പോലെ തന്നെ ഇത് കണ്ടില്ലേ നിങ്ങൾ, പിള്ളേര് എൻ്റെ നാട്ടിലെ എൻ്റെ തന്നെ അനിയൻ, ഇത് കിടക്കണ ഒക്കെ എൻ്റെ അനിയൻ്റെ കൂട്ടുകാരന്മാർ എല്ലാവരും ഉണ്ട്. പിള്ളേരുണ്ട്, എൻ്റെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു ഇവിടെ, എല്ലാവരും ഉണ്ട്. പിന്നെ എന്നാ പറ എന്നാ അതെ പറഞ്ഞേ, എത്ര നാളായി? കുറെ നാളായില്ലോ സംസാരിക്കണ. ഇപ്പൊ എന്താ പറയാ, ദുബായിനെ പറ്റി പറയാനാണെങ്കിൽ പൊളിയാണ്. ഒറ്റ വാക്കുള്ളൂ ദുബായ്. പണിയെടുക്കുക, ഡീമോളി പറയുമ്പോ അല്ല, കാശുള്ളവന്റെ അത് തന്നെ. പണിയെടുത്താ ഇവിടെ പൊളിക്കാം, പണിയെടുത്തില്ലെങ്കിലും പൊളിക്കാം. ഞാൻ ഇപ്പോൾ ലോജിസ്റ്റിക്സ് ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. പഠിച്ചിട്ട് ഇങ്ങോട്ട് കയറി 2022 ഞാൻ ഫസ്റ്റ് ഇവിടെ വരുന്നത്. 2022 വരുമ്പം ഈ കാണുന്ന എല്ലാവരും തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ദുബായ് നമ്മുടെ ഇപ്പോൾ അബീസ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഡ്രീമാണ് ദുബായ്. എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് ദുബായിൽ സെറ്റിൽ ആവുക, ലൈഫ് സെറ്റിൽ ചെയ്യുക. പോസിബിൾ ആണ്, പക്ഷേ ഹാർഡ് വർക്ക് മസ്റ്റാണ്. ഫസ്റ്റ് 6 months 1 year. ഫസ്റ്റ് 6 months 7 months ഞാൻ ഇവിടെ വിസിറ്റിങ്ങിൽ തന്നെ ആയിരുന്നു. ജോലി തപ്പി ഒന്ന് നാട്ടിൽ പോയി, പിന്നെയും വന്നു, പിന്നെ ഒരു 2 months പിന്നെയും കിട്ടിയില്ല, പിന്നെയും തിരിച്ചു പോയി, വീണ്ടും വന്ന സ്ഥലം ശരിയല്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഇറങ്ങി തപ്പി ഒരു ജോലി കണ്ടെത്തി. ഇപ്പോൾ മാഷാ അല്ലാ, ഇപ്പോൾ ആ ജോലി കഴിഞ്ഞ് ഇപ്പോൾ 2 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ജോലിക്ക് കയറുവാണ്. അപ്പോൾ അതിൻ്റെ വിസ പ്രോസസ്സിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സെറ്റാണ് ദുബായ്. പണിയെടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തും സാധിക്കാൻ പറ്റും. ഒരു ലോൺലിനെസ്, നാട്ടിൽ നിന്ന് വിട്ടേക്കുന്ന ഒരു ഫീൽ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഇതിപ്പോൾ എൻ്റെ നാട് പോലെ തന്നെ, എൻ്റെ നാട്ടിലുള്ള എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. വേറെ എൻ്റെ 14 ഫ്രണ്ട്സ് ഉണ്ട്. 14 ഫ്രണ്ട്സിൽ ഞാനൊരാൾ മാത്രമേ, ഇപ്പോൾ ഒരാൾ ഖത്തറിലുണ്ട്, ഒരാൾ ദുബായിലുണ്ട്, അത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇവിടെ പിടിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ ഞാനും എൻ്റെ വേറെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നുള്ളൂ. ദുബായിയുടെ ലൈഫ് സ്റ്റൈൽ ദുബായിയുടെ ലൈഫ് സ്റ്റൈൽ എൻ്റെ ഫാദർ എന്നാ പറഞ്ഞെന്നറിയോ, നീ വേറെ ഏത് രാജ്യത്ത് പോയാലും ദുബായിൽ കിട്ടുന്ന സുഖം കിട്ടില്ല. ദുബായിൽ നിൽക്കുന്ന ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേറെ രാജ്യത്ത്, സൗദി പോയാലും കിട്ടില്ല, അല്ലെങ്കിൽ ഖത്തറിൽ പോയാലും കിട്ടില്ല, വേറെ രാജ്യത്ത് എവിടെ പോയാലും കിട്ടില്ല.
ആ ഒരൊറ്റ വാക്കിലാണ് ഞാൻ ദുബായിൽ തന്നെ പിടിച്ചിരിക്കാൻ നോക്കി. ഇപ്പം ഞാനും എൻ്റെ വൈഫിന് അത്യാവശ്യം സാലറി ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഞാനും ഒരു പ്രൊഫഷണൽ ഒരു മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, വന്നതും മെഡിക്കൽ ഫീൽഡിലാണ്. അങ്ങനെ ഒരു സെറ്റപ്പിൽ ഇപ്പം നിന്ന് പോകുന്നു. നമുക്ക് എത്ര ചെറിയ ശമ്പളമാണെങ്കിലും പിടിച്ച് നിന്ന് കയറിപ്പോയി രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്ഥലമാണ് ദുബായ്. ഇപ്പൊ ദുബായില് റിയൽ എസ്റ്റേറ്റ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. റിയൽ എസ്റ്റേറ്റ് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് റിയൽ എസ്റ്റേറ്റ്. അവിടെ നമ്മുടെ പയ്യൻ ഇപ്പോൾ റീസെന്റ് കയറിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇവൻ പറയുന്നതാണ്. ഹലോ റിയൽ എസ്റ്റേറ്റ് അടിപൊളിയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 6 മാസമായിട്ടുള്ളൂ. പക്ഷേ ദുബായ് ഭയങ്കര വെൽക്കമിങ് ആണ്. ഈ പറഞ്ഞ പോലെ ഗ്ലോബലി ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും അടിപൊളി കൺട്രിയാണ് ദുബായ്. ഇപ്പോൾ ടാക്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും ബാക്കി എന്ത് ഫാക്ടർ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഇവിടേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ അടുത്തൊരു 2030 ആകുമ്പോൾ ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ്റെ ഡബിൾ പോപ്പുലേഷനാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെയുള്ള എല്ലാ ഡെവലപ്മെൻറ്റും ഇവിടെ വരുന്നുണ്ട്. മെട്രോ ലൈൻസ് വരുന്നുണ്ട്, അതുപോലെ കുറേ ബ്രിഡ്ജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഡെവലപ്മെൻറ്റ് വരുന്ന സ്റ്റേജാണ്. വേൾഡിലെ തന്നെ ഏറ്റവും അടിപൊളി എക്കണോമിയാണിത്. അതായത് ദിറംസിൻ്റെ റേറ്റ് മാത്രം ഒരു ഡിഫറൻസും അല്ലെങ്കിൽ വേൾഡ് എക്കണോമിയിൽ ഒരു വേരിയേഷൻ വരാത്ത കറൻസി ദുബായിയുടെ ആണ്. അപ്പോൾ അത്രയും പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എല്ലാവരും. ഇത് പറഞ്ഞ പോലെ ദുബായിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മെയിൻ എല്ലാത്തിനും വർക്ക് ചെയ്യാനും ഏൺ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതന്നെ. മായന, നീ ഹെൽത്തിനെ പറ്റിയൊന്നും സംസാരിച്ചേ. എന്റെ ഹെൽത്ത് ആയിട്ട് തകരാറുള്ളത്. ഞാനിപ്പോൾ ദുബായിൽ ഏകദേശം അറൗണ്ട് 8 വർഷമായി. അപ്പം തൊട്ടുള്ളതാണ് അൻകുട്ടൻക അതുപോലെ എല്ലാവരും. പിന്നെ അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള വൈബ് തന്നെയാണ്. അതുപോലെ സുറുബിൻ നമ്മുടെ ഫ്രണ്ട്, എല്ലാവർക്കും നമ്മൾക്ക് ഒരേ കവലയിൽ നിന്നുള്ള ആൾക്കാരാണ്. നമ്മളിവിടെ ഞാനും ഒരുമിച്ചാണ് കുറച്ച് ആളായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബോറടി കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് നമുക്ക് ഇല്ല. എല്ലാം ഫുൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഫുൾ ടൈം എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്കിൻ്റെ സമയത്ത് വർക്ക്, അതുപോലെ ഡെയിലി കോൺടാക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഹെൽത്ത് സെക്ടറാണ്. നമുക്ക് മെഡിക്കൽ സപ്ലൈസിൻ്റെ ദുബായിലെ ഒരു ഹെൽത്ത് സെക്ടർ എത്രത്തോളം സേഫ് ആണ്? 100%. കാരണം നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, നമുക്കൊരു പനിയോ കാര്യം ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് നമുക്ക് വിസ അടിക്കുമ്പോൾ മാൻഡേറ്ററി ആണ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അങ്ങനെ വലിയൊരു എമൗണ്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു 1 ഇയറിലായിട്ട് ബേസിക് ഇൻഷുറൻസിന് 600+ വരുന്നുള്ളൂ. അത് പ്രീമിയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 2000 അറൗണ്ട് പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് A to CT സ്കാൻ, MRI സ്കാൻ ഒക്കെ നമുക്ക് ഫ്രീ ആണ്. ഒറ്റ പൈസ നമുക്ക് ആകത്തില്ല. മറ്റ് ബേസിക് ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ചെറിയ പൈസയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട്, പിന്നെ റീഇംബേഴ്സ്മെൻറ്റ് സ്കീമൊക്കെ കിട്ടും ബേസിക് ആണെങ്കിൽ പോലും. പിന്നെ അതുപോലെ ഈ പറയുമ്പോൾ ആംബുലൻസ് സർവീസ്, എയർ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഭയങ്കര സ്പീഡാണ്. നമുക്കിപ്പോൾ ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് ഒരു വണ്ടിയിൽ സുഖലാണ്ട് മീൻസ് ആയി കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അവർ എയർ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ സേഫ്റ്റി, പ്രോഡക്ട്സ് ഡിസ്പോസിബിൾ ആണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ പോലെയല്ല, A to Z ഡിസ്പോസിബിൾ ആണ്. നമ്മളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഡിസ്പോസിബിൾസ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. എല്ലാം അവിടെ ഡിസ്പോസിബിൾ ആണ്. മാക്സിമം അത്രയും കെയർ ചെയ്യേണ്ടി വരും എല്ലാ പ്രോഡക്റ്റിലും. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബ്രോ അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് തന്നെയെന്ന്. ഇപ്പം എൻ്റെ ഒരു ലിവിങ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ റൂം റെൻറ്റ് ഏകദേശം ഒരു 800 പൗണ്ട് തന്നെ ഉണ്ട് ഫാമിലി. അപ്പം ഞാൻ, എൻ്റെ വൈഫ്, മക്കൾ, അപ്പോൾ 800 പൗണ്ട്. പിന്നെ നമുക്ക് വെള്ളത്തിന് വേറെ കാശ് വന്നുണ്ട്, ഗ്യാസ് വന്നുണ്ട്, പിന്നെ വൈഫൈ വന്നുണ്ട്. പിന്നെ എനിക്കിപ്പോൾ കാറുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കാറിന് ഇൻഷുറൻസ് മാസമാണ് കേട്ടോ, വർഷമല്ല മാസം. അവിടെ മാസം ഇൻഷുറൻസ് മാസം 200 പൗണ്ട്, നാട്ടിൽ 20,000 രൂപ. പിന്നെ റോഡ് ടാക്സ് മാസം